നമസ്കാരം. MLA ഒളിവിൽ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഒളിവിലായ MLA ഉടൻ പിടിയിലാകുമോ എന്നായിരുന്നു കേരളം ഉറ്റുനോക്കിയിരുന്നത്. ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ രാഹുൽ മങ്കൂട്ടത്തിലിന് താൽക്കാലിക ആശ്വാസമായി. സംസ്ഥാന പോലീസും MLAയുമായുള്ള പോലീസും കള്ളനും കളി കഴിഞ്ഞ 9 ദിവസമായി തുടരുകയാണ്. കർണാടക അതിർത്തിയും വയനാടുമൊക്കെ പോലീസ് അരിച്ചു പെറുക്കി. പക്ഷേ ഒരു ചുവന്ന കാറിൽ MLA സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായി വിജയന്റെ പോലീസാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ? പരോൾ സാധ്യമാകുമോ? രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. ആഫീസും പൂട്ടി പോയില്ലേ? MLA കണ്ടവരുണ്ടോ? ഒളിവിൽ നേതാവ്, രാജ്യസേവന ഒളിവിൽ. പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് MLA കർണാടകത്തിലേക്ക് കടന്നു. ഒളിവിൽ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. കാരണം പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ല. പോലീസ് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഒളിച്ചാണ് കേരള പോലീസ് പിടിക്കട്ടെ, അവര് പിടിക്കട്ടെ. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്യാം. പാടില്ല. അയാളെ അടിയോടെ പിഴുതെറിയാനാണ് ഞങ്ങളുടെ നീക്കം. പെട്ടെന്ന് പിടിച്ചാൽ അനുയായികളൊക്കെ മുങ്ങിക്കളയും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒളിവിലാണ്. നിങ്ങൾ അത് പറയും ആദ്യം, പിടിക്കേണ്ട കാര്യം രണ്ടാമത്. പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്തം? പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിൽ ചാടാനല്ല. ഒളിവിലാ പോയിരിക്കുന്നത് MLA ഒളിവിൽ. അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഗാന്ധിജി നടത്തിയതുപോലെ ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയിട്ടാണോ? അതെ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചേനല്ല. വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുള്ളപ്പോൾ, ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യ നന്നായി പ്രവർത്തിപ്പിക്കാനുള്ള അവസരം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലെ ഇരിക്കും. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ലപോലെ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു, ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ല, ഞങ്ങളുടെ കൈവശം ആളില്ലല്ലോ. ഞങ്ങളുടെ കൈവശം ആളുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ, അല്ല ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയും, പോയി കീഴടങ്ങാൻ പറയും. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? ഒളിവിലിരിക്കാതെ പിടിച്ചുകൊണ്ട് വരണം. അതിനാണ് പോലീസ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ നടക്കുന്ന ഒരാളെ അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മീശ വെച്ച് നടക്കുന്നതിന് കാര്യമില്ല. പിടിച്ച് കൊണ്ടുവരട്ടെ, കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കാം. ഹെൽമെറ്റ് ഒന്ന് എടുക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ നോക്കട്ടെ. ഇത് ഞാനല്ലേ? രാഹുലിനെ പിടിച്ചു കൊടുക്കാൻ കോൺഗ്രസുകാർക്കാണ് കൂടുതൽ ധൃതി എന്ന് തോന്നുന്നു. സംസ്ഥാന പോലീസിന് പിടിക്കണം എന്ന് തന്നെയില്ല. ഇപ്പോൾ പിടിക്കും എന്നു പറഞ്ഞ് ചുവന്ന കാറിനു പിന്നാലെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നതല്ലാതെ രാഹുൽ എവിടെ ഉണ്ടാകുമെന്ന് തന്നെ പോലീസിന് ഒരെത്തും പിടിയുമില്ല. അറസ്റ്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ദിനം വരെ നീട്ടിക്കൊണ്ടു പോകാനാണ് അവർക്ക് താല്പര്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയാമായിരുന്നല്ലോ. മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു പോലീസുകാരൻ. ധൃതി വേണ്ട സാർ, അറസ്റ്റിന് ധൃതി വേണ്ടാന്ന്. അവർക്ക് ഇതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം. അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു. അതായത് ഇത് ലൈവാക്കി ഇലക്ഷൻ വരെ ഇങ്ങനെ ലൈവാക്കി നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു. കമ്മീഷണർ പലതും പറയും, താനാ നോക്കണ്ട. കൃത്യമായ സാക്ഷികളും തെളിവുകളും ഒക്കെ കിട്ടിയിട്ട് മതി അറസ്റ്റൊക്കെ. കാത്തിരിക്കൂ. കേരളത്തിലെ പോലീസ് അതിസമർത്ഥമായി പ്രവർത്തിക്കുന്ന പോലീസാണ്. നിയമപരമായും എല്ലാ തരത്തിലും കാര്യങ്ങൾ ശരിയായ നിലയിൽ നിരീക്ഷിച്ച് ശരിയായ നിലയിൽ സമീപനം സ്വീകരിക്കുന്ന പോലീസാണ്.
അവരെടുത്തു ചാടില്ല. ഇലക്ഷൻ പ്രചാരണത്തിൽ നടക്കുമ്പോൾ ഒരു മാങ്കൂട്ടത്തിൽ വിഷയം ലൈവായി നിർത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ആ വലയിൽ വീഴില്ല. ഈ വലയെ കുടുങ്ങോ ശരിക്കും പിടിച്ചോണം ഇത്. തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാറ്റാൻ LDFനെതിരെയുള്ള ശക്തമായിട്ടുള്ള വാർത്തകൾ, ശബരിമലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കള്ളന്മാർക്ക് കഞ്ഞിവെക്കാണ് CPM. അതിനെയൊക്കെ ജനങ്ങൾ എതിർക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ്. മന്ത്രം കൊണ്ട് നേടാനാവാത്തത് തന്ത്രം കൊണ്ട് നേടണം. അതും പറ്റിയില്ലെങ്കിൽ കുതന്ത്രം. രാഹുലിനെതിരെ പിന്നീട് മറ്റൊരു പരാതിയും KPCC പ്രസിഡന്റിന് മുന്നിലെത്തി. സ്വന്തമായി പോലീസും കോടതിയും ഇല്ലാത്തതിനാൽ പാർട്ടി പ്രസിഡന്റ് അത് ഇടംവലം നോക്കാതെ DGPക്ക് അയച്ചു. മാതൃകാപരമായ നടപടി എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇരട്ടി പ്രഹരമായി വീണ്ടും പീഡന പരാതി. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തത് ബംഗളൂരുവിൽ താമസക്കാരിയായ പെൺകുട്ടി. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അദ്ദേഹം ഒരു മണിക്കൂർ പോലും അത് കയ്യിൽ വെക്കാതെ അപ്പോൾ തന്നെ അത് DGPക്ക് ഫോർവേഡ് ചെയ്തു. ഇതിനേക്കാൾ മാതൃകാപരമായിട്ടൊരു പാർട്ടി എങ്ങനെ ചെയ്യും? ഉത്തമൻ തുടങ്ങി 11 പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. ഞങ്ങൾ ആദ്യമേ മാധ്യമ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ഒരു പാർട്ടി ചുമതലയിൽ നിന്ന് ഹി വാസ് കമ്പൽ ടു റിസൈൻ. അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. സെക്കൻഡ്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും RDPക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോഴെന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ശനെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടിയെടുക്കുന്നത് വൈകിപ്പിച്ച് കോൺഗ്രസ്. ഉചിതമായ സമയത്ത് തീരുമാനമെന്ന ഒഴുക്കൻ മറുപടിയുമായി KPCC അധ്യക്ഷൻ. മുതിർന്ന നേതാക്കന്മാരുമായും AICCയുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. രണ്ടാമത്തെ പരാതി വന്നതോടെ രാഹുലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടത്. ജാമ്യാപേക്ഷയിൽ കോടതി നിലപാട് വരട്ടെ എന്ന് മറുവിഭാഗവും. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പാർട്ടി പറഞ്ഞ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ തീരുമാനത്തിനൊപ്പം കൈപൊക്കി. പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് സെഷൻസ് കോടതി. നിനക്കിന്തു മുതൽ പുറംപടി ഇറങ്ങി പോടാ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട്, കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസ് അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും കോൺഗ്രസ് എടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല. പരിപൂർണമായും ഞാനൊരു പാർട്ടിക്കാരനാണ്. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. പുറത്താക്കൽ തീരുമാനം വന്നതോടെ രാഹുലിനോട് സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നവരും പത്തിമടക്കി പാർട്ടിയോടൊപ്പം നിന്നു. നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ ചീട്ടാകും കീറുക എന്ന് അവർക്ക് വൈകിയെങ്കിലും മനസ്സിലായി. തിരക്കിട്ട പുറത്താക്കൽ തീരുമാനം പ്രഖ്യാപിച്ചതും അതുകൊണ്ടാണ്. MLA സ്ഥാനത്തു നിന്നുള്ള രാജി വരെ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു. പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ മുമ്പേ അവർ പുറപ്പെട്ടിട്ടുണ്ടെന്നു. ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ.
വേണമെങ്കിൽ ഇനി നേരത്തെ പുറപ്പെടാമെന്ന്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണം. നീയൊക്കെ പുള്ളിനെ തലയിൽ വെച്ചോണ്ട് നടക്കണല്ലായിരുന്നാ? ഞാൻ ഷോ ഇടും. എടാ എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലാവും? അതൊക്കെ മനസ്സിലാവൂലോ. എന്റെ നിലപാട് അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേ തുടർന്ന് ധാരാളം സൈബർ ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. എടാ ഒരു പുള്ളി ഉടായിപ്പാണി നമ്മൾ സ്പോട്ടിൽ പിടിക്കും. നീയൊക്കെ പുള്ളിനെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കണല്ലായിരുന്നു? ഞാൻ മാത്രം ഒറ്റ. ചില സമയത്ത് ഞാൻ വിചാരിച്ച എനിക്കുമല്ലോ കുഴപ്പമുണ്ടോന്ന്. ഇപ്പൊ എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം. ഇപ്പൊ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. രാഹുലിനെതിരെ സ്വീകരിച്ച നടപടി രാഷ്ട്രീയ പ്രതിരോധത്തിന് മാത്രമല്ല CPM-നെതിരായ ആക്രമണത്തിനും ഉപയോഗിക്കുകയാണ് കോൺഗ്രസ്. സമാന പരാതികളിൽ പാർട്ടിക്കുള്ളിൽ അന്വേഷണം നടത്തുന്ന CPM ഇത്തരം പരാതികളിൽ എന്തു നടപടിയെടുത്തു എന്നാണ് ചോദ്യം. സ്വന്തമായി പോലീസും കോടതിയുമുള്ള പാർട്ടിയോടാണ് ചോദ്യം. 2 MLA-മാരുടെ കാര്യം ചോദിച്ചാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ എല്ലാം പാർട്ടിയിലാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്, ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തുമോ? ഇല്ലില്ല, മുകേഷ് ഉൾപ്പെടെ ഒന്നിനും ഇതുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന്. നിങ്ങൾ മുകേഷിന്റെ പേർ തന്നെ പറഞ്ഞു, അത് പറയാം. പക്ഷെ ഇതുമായി താരതമ്യം ചെയ്യണ്ട, അതാ പറഞ്ഞത്. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ. റേപ്പ് കേസിലെ പ്രതി MLA ആയിട്ട് അവിടെ ഇരിക്കുകയാണെന്നൊന്ന് ചോദിക്കേ, ഒന്ന് ചോദിച്ചിട്ട് വാ. ഏടാ, മുകേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലെ സിനിമാ മേഖലയിൽ നിന്ന് ആ രംഗത്ത് നിന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പറൊന്നുമല്ല. പലരുടെയും പേരിൽ പാർട്ടിക്കകത്തുനിന്ന് പരാതി കിട്ടിയിട്ട് പോലും പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീർത്തിട്ടുള്ള പാർട്ടിയാണ് CPM. ഞാൻ പറയട്ടെ, PK ശശി അന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതാ. PK ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. PK ശശിയെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പാർട്ടിയുടെ അച്ചടക്ക ബോധമുള്ളൊരു പ്രവർത്തനമായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. LDF കാണിച്ചു തന്നിട്ടുള്ള മാതൃക ഞങ്ങൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കമ്മീഷനെ വെക്കാം. ഇവിടുത്തെ ജില്ലയിലെ ഒരു MLA ഇല്ലേനോ കോൺഗ്രസിന്റെ? എന്തേനോ അദ്ദേഹത്തിന്റെ പേര്? എൽദോസ്. അതുപോലെ തിരുവനന്തപുരത്തൊരു MLA വിൻസെന്റ്, അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ? ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി. പാലക്കാട് PK ശശിക്കെതിരായ പാർട്ടി അന്വേഷണ കമ്മീഷൻ പരാതിക്ക് ആധാരമായ പീഡനത്തിന്റെ തീവ്രത പരിശോധിച്ചിരുന്നു. ഇതാ വീണ്ടും ഒരു തീവ്രതാ പരിശോധന. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ ഭാരവാഹി വക. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഞങ്ങൾ പാർട്ടി കോടതി ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അതിൻ്റെ രൂക്ഷത അളക്കാനുള്ള ഒന്നും ചെയ്തിട്ടില്ല. അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഈ പാർട്ടിയുടെ പോലീസും കോടതിയൊക്കെ പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രശ്നം ഇന്ന് ഇവിടെ തീർന്നു. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ പതനത്തിൽ പിരിമുറുക്കം കാണാനാകാത്തത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയിലാണ്. ഈ പരാതി ഉയർന്നപ്പോൾ തന്നെ മാങ്കൂട്ടത്തലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടതും രമേശ് ചെന്നിത്തലയായിരുന്നു. കാരണം പാർട്ടിയിൽ രാഹുലിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയിലും ചെന്നിത്തലയ്ക്ക് പങ്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രമേശ് ജി കൂൾ ആൻഡ് ഹാപ്പി. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, AICCയുടെ അനുമതിയോടുകൂടി. ഇപ്പം ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു. ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സിൻഡിക്കേറ്റിലെ പ്രധാനികളായ 3 പേരുണ്ടായിരുന്നു. അതിൽ ഉച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്ന ഒരാൾ ഒരു 6 മാസം മുന്നേ ആ കൈ പിൻവലിച്ചു.
അയാളെ ഇപ്പോഴും കേരളം പ്രതിപക്ഷ നേതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിന്റെ ഒരു കഥയാണ്. ആ ഉച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ച ആൾ ഇപ്പോൾ അയാൾ നല്ല പിള്ളയാകുന്നില്ല. കോൺഗ്രസ്സുകാരനെ കേക്കച്ചൻ എന്ന് വിളിക്കുന്ന ആ പിള്ളേച്ചൻ ഈ ക്രൈം സിൻഡിക്കേറ്റിൽ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹം. പിന്നെ നമുക്ക് ഓരോ വ്യക്തിയെ ഇപ്പൊ ചൊഴിഞ്ഞെടുക്കാൻ പറ്റുമോ അയാൾ ഇന്നതാണെന്ന്? നമ്മൾ അങ്ങനെ ആ സമയത്ത് ഒരു പരാതിയും രാഹുൽ മാങ്കൂട്ടറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂവരിൽ ഒരാൾ വീണിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വീണതാണോ വീഴ്ത്തിയതാണോ അതോ വീണതായി അഭിനയിക്കാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണോ നമുക്കറിയില്ല. നമ്മുടെ ഒരാളെ MLA ആക്കി പോയി ആള് കാണിക്കുന്ന എല്ലാ വൃത്തികേടിനിപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റും? ഏതെങ്കിലും പാർട്ടിക്ക് പറയാൻ പറ്റും? ഇപ്പോഴും പക്ഷേ അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്നാമൻ ഈ നിമിഷവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൾ റെക്കോർഡ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് ആരിലേക്ക് നീളും എന്നുള്ളത് അത് ഡൽഹിയിലെ ലൊക്കേഷനിലേക്ക് നീളാം. കാരണം പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പാലക്കാട്ടത്തെ ലൊക്കേഷനിലേക്ക് നീളാം. കാരണം ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു. വടകരയിലെ ലൊക്കേഷനിലേക്ക് നീളാം. അത് പിണറായി വിജയനോട് ചോദിക്കാൻ പറയണം. അവരുടെ പോലീസിന്റെ കഴിവില്ലായ്മയല്ലേ? 8 മാസം ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തേനെ. ഈ നേരും നെറിവും നന്മയുമുള്ള ചില കോൺഗ്രസ്സുകാരുണ്ട്. അവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഈ ക്രൈം സിൻഡിക്കേറ്റിലെ 3 പേരും കൂടി കാട്ടിക്കൂട്ടിയ സകല വിക്രിയകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാകണം. ഇനി MLA സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കാരണം പാർട്ടിയാണല്ലോ MLA ആക്കിയത്. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ധാർമ്മികമായി ശരിയായ കാര്യമാണ് ചെയ്തതെങ്കിൽ ഇപ്പൊ ഈ സ്ഥലത്ത് എത്തില്ലായിരുന്നല്ലോ. അപ്പൊ അധാർമികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലേ ഈ നിലയിൽ എത്തേണ്ടി വന്നത്. അപ്പൊ ധാർമ്മികതയുടെ ചോദ്യമേ അവിടെ ഇല്ല. ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ. താൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ സംഭവമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ രാഹുലിനെ പൊക്കുമായിരുന്നുവെന്നാണല്ലോ പറഞ്ഞത്. 5-6 ദിവസമായല്ലോ മാങ്കൂട്ടത്തലിൻ്റെ പിന്നാലെ പോലീസ് പാഞ്ഞു തുടങ്ങിയിട്ട്. 5 അല്ല 8 ദിവസമായിരുന്നു. 5 അറിയില്ലല്ലോ, അറിയില്ലല്ലോ. രാഹുലിനെതിരെ ആദ്യ പരാതി ഉയർന്നപ്പോൾ ഉത്തരവാദപ്പെട്ട ചില നേതാക്കൾ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചിരുന്നല്ലോ. ആ അഭിപ്രായമുണ്ടോ? അല്ല, ഈ കേസ് ഇപ്പോൾ അന്വേഷണത്തിലല്ലേ. അപ്പം അതൊരു പ്രിമച്യൂറാണ് ഞാനൊരു അഭിപ്രായം പറയുന്നത്. ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അന്വേഷണം നടക്കട്ടെ. അപ്പോൾ അതിനകത്ത് എല്ലാ വശങ്ങളും വരുമല്ലോ. ഈസ് ദർ എനി കോൺസ്പിറസി ആംഗിൾ ഇൻ ദാറ്റ് എന്നൊക്കെ ഉള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. കോൺഗ്രസ് അണികൾ തന്നെ താങ്കളെ വല്ലാതെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നല്ലോ. നേരത്തെ എനിക്കെതിരായിട്ട് CPM ആയിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഇഷ്യൂ വന്നപ്പം നമ്മുടെ ആളുകൾ നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായാലും വലിയ ഗൗരവത്തിൽ ഞാൻ എടുക്കാറില്ല.